ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാമൂസ് മീഡിയ. അപ്പോൾ നമ്മളിന്ന് ഓണത്തിന് പൂക്കളിടാൻ പോകണം. ഓണത്തലേന്നാണ് കേട്ടോ പൂക്കളിടുന്നത്. അപ്പോൾ എല്ലാ പൂക്കളും അതിൻ്റെ ഇലകളും തണ്ടും ഒക്കെ മാറ്റി അതിൻ്റെ ലീഫ് മാത്രം എടുത്തിട്ട് ഇതളുകൾ മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുക കേട്ടോ. വാടാർമല്ലി കുറേ ഐറ്റംസ് ഉണ്ട്. ജമന്തിയുടെ 3-4 വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതിൽ. ഇത് റോസാണ്, ഡാർക്ക് റോസാപ്പൂ. പിന്നെ ചെണ്ടുമല്ലി 2 കളറ്. ഇത് ജമന്തിയുടെ യെല്ലോ കളറ്. ഇത് ചെണ്ടുമല്ലിയുടെ യെല്ലോ കളറ്. ഇത് ജമന്തിയുടെ വയലറ്റ് കളറ്. ഇത് ജമന്തിയുടെ മെറൂൺ കളറ്. വാടാർമല്ലി, റോസ് കണ്ടോ, മെറൂൺ അതാണ് ജമന്തിയുടെ മെറൂൺ, അതാണ് വൈറ്റ് ഉണ്ട് ജമന്തിയുടെ. അതേപോലെ തന്നെ ഒരു ഗ്രീനിഷ് നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ നമ്മളെ കയ്യിലുള്ളത്. ഇതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കമൻ്റ് ഇട്ടോളൂ കേട്ടോ. ഇന്ന രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതുപോലെ ആവും എന്ന്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കൊല്ലമൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് സൂപ്പറായിട്ട് ഇടാമല്ലോ. അപ്പോൾ ഇവിടെ ഔട്ട്ലൈനൊക്കെ വരച്ചു, ഒരു പരുവാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു പോർച്ച് നിറച്ചാണ്, ഒരു പോർച്ചിൽ ഫുള്ളായിട്ട് നമ്മൾ ഇടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ച് സ്പേസ് ബാക്കിയുണ്ടാവും, റൗണ്ട് ആയതുകൊണ്ട്. ചതുരത്തിലായിരുന്നെങ്കിൽ ഫുള്ളായതിന്. മാമൂസ് അത് ഫുള്ളിരുന്ന് സ്വന്തം വരച്ച പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കളർ കൊണ്ട് സെൻറ്ററിൽ കുറച്ച് ഭാഗം നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഈ കളങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വരണം. പല കളേഴ്സുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തോ ഒരു പ്രത്യേകതയില്ല. കണ്ടോ, ഇപ്പോൾ കുറച്ച് 2 കളറ്, അതിൽ 2 കളേഴ്സും കൂടി ഫില്ല് ചെയ്തപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കണ ഒരു കാറ്റാടി ഉണ്ട്, അതിൻ്റെ ഒരു രൂപം വന്നു. എനിക്ക് ആ പൂക്കളം കണ്ടപ്പോൾ പണ്ട് എനിക്ക് അതാ ഓർമ്മ വന്നത്. അപ്പോൾ അതാണ് ഈ പൂക്കളം തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം. അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ 2 കളർ നല്ല റോസാപ്പൂവും വൈറ്റ് ജമന്തി നമ്മൾ ഉപയോഗിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു പങ്കയുടെ ഒരു ഷേപ്പ് വന്നു. പിന്നെ സെൻറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന വാടാമല്ലി ചെണ്ടുമല്ലിയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇടയിൽ വെച്ചൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിടിച്ച് ഇങ്ങനെ നോക്കി എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ. ഞാൻ നോക്കിയേ, കുറച്ച് കളേഴ്സുള്ളൂ, അതുകൊണ്ട് ഇത്രയും ഭംഗിയിലിട്ടില്ലേ. ഇനി ഇത്രയും ഫ്ലവേഴ്സ് കൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയോടെ ഉണ്ടാക്കാൻ നിങ്ങൾക്കും കഴിവുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ എങ്ങനെ വരക്കുക എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരിക. സിമ്പിളായിട്ട് വരച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് ഇതിനേക്കാൾ നന്നായി ഇടാലോ. ഇതിനേക്കാൾ വെറൈറ്റി ഡിസൈൻസ് ആക്കിയിട്ട് ഇതിനേക്കാൾ വലിയ പൂക്കളം വേണമെങ്കിൽ നമുക്കിടാം. അപ്പോൾ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യാനുള്ളവർ സപ്പോർട്ട് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ചേക്കണേ, എന്നാലേ ഇങ്ങനെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇത്രയും കുറച്ച് കളർ ഫ്ലവേഴ്സും ഉണ്ട്. ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് പൂക്കളിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വീഡിയോ ഫോട്ടോ ആയിട്ട് വരിക. ഞങ്ങൾക്കും കണ്ട് അടുത്ത വർഷം അതിനേക്കാൾ നന്നായി ഞങ്ങൾക്ക് ഇടാമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളെ പൂക്കൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ സൈഡിൽ കണ്ടോ ലൈനായിട്ട് എല്ലാ കളേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ ലൈനായിട്ട് വന്നുകൊണ്ടിരിക്കും. ലൈനായിട്ട് റോസാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. റൗണ്ടിൽ ലൈൻ പോലെ വന്നിരിക്കുന്നത് അതാ ഡാർക്ക് കളർ റോസാപ്പൂവിൻ്റെ ആയിരുന്നു, ഇതളുകളായിരുന്നു. പിന്നെ എന്താ പറയുക, പോർച്ച് നിറച്ചുണ്ട്. ഒരു ചെറിയ ഗ്യാപ്പ്, അതായത് നമുക്കിതിന് മേലെ കൂടെ ഫില്ല് ചെയ്യാനൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്, സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കൊണ്ട് അവസാനിച്ചത്. അത്രയ്ക്ക് വലിയ പൂക്കളത്തിലാണ് നമ്മളിതിട്ട്. ഒരുപാട്
വെയിറ്റിൽ പൂക്കൾ നമ്മൾ വാങ്ങിച്ചു. ഇത് ഭയങ്കര ഇഷ്ടമല്ലേ. ഞാൻ ഫോട്ടോസൊക്കെ ഉണ്ടാ സാധാരണ കണ്ടിട്ടുള്ളൂ. പിന്നെ കൊച്ചു കൊച്ചു പൂക്കളങ്ങളൊക്കെ ഇടാറുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം മെനക്കെട്ടിരുന്ന് ചെയ്യാന്ന് വെച്ചാൽ. ഒരു ഏകദേശം 1-2 മണിക്കൂർ നമുക്കത് ചിലവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമൂസ് എല്ലാം കഴിഞ്ഞ് കുഞ്ഞു മിനുക്ക് പണികളിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാമൂസിനും സന്തോഷമായി, ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.